ഇത് ഈ എന്താ പറയുക, ഈ പഠിക്കുന്നവരെ പോലെയോ വിദ്യാർത്ഥികളെ പോലെയോ ജോലിക്കാരെ പോലെയോ അല്ലെങ്കിൽ ഈ മജിസ്ട്രേറ്റിനെ പോലെയൊന്നുമല്ല. നമുക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും രേഖയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പദവിയുടെ ഇതൊക്കെ കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകളാരും വന്ന് സിനിമയൊന്നും കാണത്തൊന്നുമില്ല, എന്നെ ഇഷ്ടപ്പെടത്തുമില്ല. അപ്പോൾ ഇത് ഏറ്റവും റിസ്ക്കുള്ള കാര്യമാണ്. അതായത് ഇപ്പോൾ ഒരു 10 പേരുടെ അടുത്തോട്ട് ഒരു മജിസ്ട്രേറ്റിന് ഈസി ആയിട്ടങ്ങ് വരാം. അവർക്ക് പോലീസിൻ്റെ സപ്പോർട്ടുണ്ടാവും, പിന്നെ അവരുടെ പദവിയുടെ എഡ്ജ് അവർക്കുണ്ടാവും. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴത്തേനും ചിലപ്പോൾ ആൾക്കാരൊക്കെ എണീറ്റ് നിൽക്കും, ചിലപ്പോൾ എന്നല്ല, എണീറ്റ് നിൽക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ 10 പേരുടെ അടുത്തോട്ട് വന്നു കഴിയുമ്പോൾ ഈ 10 പേര് എണീക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ഒരു ഉദാഹരണം പറയുകയാണ്. ഈ 10 പേര് എണീക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അവർ എണീക്കുള്ളൂ. ഞാൻ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ 10 പേരുടെ അടുത്തോട്ട് വന്നു കഴിയുമ്പോൾ ആ 10 പേർക്കും 10 രീതിയിൽ എന്നെ ഇഷ്ടപ്പെടണം. 10 പേരും 10 രീതിയുള്ളവരാ. 10 മറ്റേത് ഒറ്റ ഇത് ഈ 10 പേരുടെയും 10 പേർക്കും 10 രീതിയും സ്വഭാവങ്ങളും കാര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ 10 ഇഷ്ടങ്ങളെയും 10 രീതിയിൽ മീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റണം. അങ്ങനെ ഉണ്ടെങ്കിലേ ഉള്ളൂ എനിക്ക് ഈ 10 പേരുടെ അടുത്ത് വരുമ്പോഴത്തേനും എനിക്കോ എൻ്റെ സിനിമയ്ക്കോ വിലയുണ്ടാകത്തുള്ളൂ. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ ഉദാഹരണം വെച്ച് ഈ 10 പേരെ 10 രീതിയിൽ ഇഷ്ടപ്പെടുത്തിക്കണം എന്നുണ്ടെങ്കിൽ എത്രമാത്രം അറിവുള്ള ആളായിരിക്കണം ഞാൻ. അറിവുണ്ടായാൽ മാത്രം പോരല്ലോ, അത് വേണ്ട രീതിയിൽ ആ അറിവിനെ സിനിമയാക്കി അത് ഇവരെ ഇഷ്ടപ്പെടുത്തിക്കുന്ന രീതിയിൽ, ഇവർക്കിഷ്ടമാകുന്ന രീതിയിലോട്ട് അത് ചെയ്യുകയും വേണം. അത് ഏറ്റവും റിസ്ക് പിടിച്ച പണിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഏറ്റവും അധികം റിസ്ക് ഉള്ളൊരു കാര്യം ചെയ്യുന്നതിൻ്റെ നല്ല അഹങ്കാരം എനിക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അതെൻ്റെ മുഖത്തുനിന്ന് എന്താ പറയണേ കാണാം. എന്ന് വെച്ചാൽ ഞാൻ ആരോടും മോശമായിട്ട് പെരുമാറുന്നു എന്നുള്ളതല്ല, അഹങ്കരിക്കേണ്ട കാര്യത്തിൽ അഹങ്കാരമുണ്ട്. കാരണം ഞാൻ അതിനനുസരിച്ച് സമൂഹത്തിന് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ആളാണ്. ഇപ്പം ഞാൻ ജീവിക്കുന്ന ഈ ശൈലിയിൽ എത്ര പേർക്ക് ജീവിക്കാൻ പറ്റും? ഒരാളിങ്ങനെ ജീവിക്കണം എന്ന് വിചാരിച്ചാൽ തന്നെ അങ്ങ് ജീവിക്കാൻ പറ്റും. അതിനുള്ള സാഹചര്യങ്ങൾ വേണ്ടേ? ഒന്ന്, ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിനുള്ള സപ്പോർട്ട് ഉണ്ടാവണം. അതുകൂടാതെ തന്നെ ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ട കാര്യങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും അത് വേറെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് രണ്ടുമൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, വെറുതെ അത് പറഞ്ഞിട്ട് പോലും കാര്യമില്ല. അതൊന്നും ഓൾറെഡി തന്നെ നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ അതുണ്ട്. ഇത് ഞാൻ എന്താണ് ഈ കാണിക്കണമെന്നുള്ളത്. അപ്പോൾ പിന്നെ അത് ചിന്തിക്കാൻ പോലും ആളുകളെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ പിന്നെ ചിന്തിക്കാൻ പോലും ഉള്ള ഒരു സെൻസില്ലാത്ത ആളുകളോട് നീ പറഞ്ഞു വിശദീകരിച്ചിട്ട് എന്താണ് കാര്യം എന്നുള്ളതൊരു ചോദ്യമാണ്. എങ്കിലും പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് ഒന്ന് അറിയുകയും പഠിക്കുകയൊക്കെ ചെയ്യുക. ഈ ആരെങ്കിലും വെറുതെ ചെയ്യുന്നതോ പറയുന്നതോ അതൊന്നുമല്ല. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പഠിക്കണം. എല്ലാവർക്കും തെറ്റിദ്ധരിച്ച് പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമയിലാരെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ പരിചയം ഉണ്ടായിരിക്കും. അവർ പറയുന്ന കാര്യങ്ങൾ അതിലൊന്നും ഒരു കാര്യമില്ല.
അപ്പോൾ കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രോസസ്സ് കുറച്ച് മുമ്പേ ഞാൻ വിവരിച്ചല്ലോ, അതിലുണ്ടല്ല. പിന്നെ ഇനി ഞാനത് വിശദീകരിച്ച് കുളവാക്കുന്നില്ല. അപ്പോൾ എൻ്റെ കഴിവിതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അതിനിപ്പോൾ എനിക്ക് പ്രതിഫലം ഇല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അതിന് വേണ്ടിയിട്ട് എനിക്ക് പ്രതിഫലം തരാൻ മാത്രം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ള ആളുകളുണ്ടെങ്കിൽ എനിക്ക് പ്രതിഫലം കിട്ടാത്തതിന് ഞാൻ വിഷമിച്ചാൽ പോരെ. അങ്ങനെയുള്ള ആളുകളില്ലാത്ത സ്ഥിതിക്ക് ഞാൻ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒന്നിതെൻ്റെ ചോയ്സാണ്. പിന്നെ ഞാനിത് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ കഴിവ്, കാരണം ഒരുപാട് പേര് ചെറുതും വലുതെന്നും പറയാമോയെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ മനുഷ്യരും എല്ലാവരും അങ്ങനെ ആണ് ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് പറ്റുന്നൊരു കാര്യം, എൻ്റെ കഴിവ്, അത് ഞാൻ എല്ലാവർക്കും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളത് ഒരു പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെ ബാധ്യതയാണ്. പിന്നെ അങ്ങനെ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് കൊണ്ടാണ് എനിക്ക് ജീവിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ അങ്ങ് കിടക്കുന്നു. ഒരു സൈഡിൽ നിന്ന് അങ്ങ് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇഷ്ടം പോലെയുണ്ട്. ഏതായാലും സംഭവം ഇതാണ്. കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അത് ആളുകൾ അതിനെപ്പറ്റി എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാവർക്കും പ്രയോജനമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഇതിനോട് പൊരുത്തപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഞാനും മറ്റു പല കാര്യങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. എനിക്ക് ആദ്യം പൊരുത്തക്കേടായിരിക്കും, പിന്നെ ഗ്രാജ്വലി എല്ലാവരും പൊരുത്തപ്പെടുന്ന കൂടുതൽ ഞാനും പൊരുത്തപ്പെടും, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഇതിനെ ഗവനിക്കാത്ത ആൾക്കാർ നാളെ ഗവനിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആളുകൾ എന്താണ് എന്നെപ്പറ്റി, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റിയും പറയുന്നതെന്ന് ഞാൻ നോക്കാറില്ല. എനിക്കത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണെന്ന് എനിക്ക് 100% അറിയാം. അതിനെന്ത് എഫേർട്ട് ഞാൻ എടുക്കുന്നുണ്ടെന്നും എനിക്കറിയാം. ആ എഫേർട്ടിനെക്കുറിച്ച് ഞാൻ വെറുതെ പറയാത്തത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഞാൻ ഈ ഉദ്ദേശിക്കുന്ന കാര്യം ചുമ്മാ പറഞ്ഞുകൊണ്ടായില്ലോ, അത് നടത്തിയെടുക്കണ്ടേ. ആ നടത്തിയെടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ല, ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണെന്ന് എല്ലാവർക്കും അറിയുന്ന സ്ഥിതിക്ക് എനിക്കത് നടത്തണ്ടേ. അതിന് എത്രത്തോളം ബുദ്ധിമുട്ട് ഞാൻ സഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ സഹിക്കേണ്ടി വരും എന്നുള്ളത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള സ്ഥിതിക്ക് പുറമേ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വകവയ്ക്കുമെന്ന് തോന്നുന്നുണ്ടോ? പുറമേ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ഉപദേശിച്ച് കഴിഞ്ഞാൽ ഞാനത് കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ തലയ്ക്കകത്തോടെ എന്തൊക്കെയായിരിക്കും ഓടുന്നതെന്ന് നിങ്ങൾ എന്നെപ്പറ്റി ഒന്ന് ഇത്രയും പറഞ്ഞു വെച്ചെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇങ്ങനൊരു കാര്യം? ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അത് പ്രവർത്തിക്കുന്ന എന്നെ വിമർശിക്കാൻ എന്ത് യോഗ്യത നിങ്ങൾക്കൊക്കെ ഉണ്ടെന്നുള്ളത് ആലോചിക്കുക. അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇങ്ങനെ പറഞ്ഞാലേ ഉള്ളൂ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഞാനീ പറയുന്നതിനനുസരിച്ച് ചിന്തിച്ചെങ്കിലേ ഉള്ളൂ ഇതിൻ്റെ ഗൗരവം മനസ്സിലാകത്തുള്ളൂ. പിന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നവരെ നമ്മളതിനെ ഗവനിക്കാതെ ഇരിക്കും. അതിപ്പോൾ ഞാനാണെങ്കിലും മറ്റു പല കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിത് പ്രശ്നമുള്ള കാര്യമല്ല. കാരണം എനിക്ക് എന്താണെന്ന് പ്രശ്നമില്ലാത്തതെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇതാണ് ഇപ്പോൾ സമയം
ഇപ്പോൾ സമയം വെളുപ്പിനെ ഇന്ന് എത്രാം തീയതിയാണ്? 4 5 4 5 എങ്ങാണ്ടാന്ന് തോന്നുന്നു, 4-ാം തീയതിയാണെന്ന് തോന്നുന്നു. വെളുപ്പിനെ 4:15 ഞാൻ ഉറങ്ങാതിരുന്നിട്ടാണ് ഇതിപ്പോൾ ഈ ചോദ്യത്തിനുള്ള മറുപടി പറയുന്നത്. അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഈ ചോദ്യത്തിന് വേണോ, ഉത്തരം വേണോ?